എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വിശദമായി മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഈ നിയമത്തിന്റെ ഹൃദയഭാഗമായ നിങ്ങളുടെ ചിന്തകളുടെയും വൈബ്രേഷനുകളുടെയും അതിശയകരമായ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വികാരവും, അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും, ഒരുതരം ഊർജ്ജമാണ്, ഒരു പ്രത്യേക വൈബ്രേഷനാണ്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നതുപോലെയാണ്. നിങ്ങളൊരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ അതേ ഫ്രീക്വൻസിയിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമല്ലേ? അതുപോലെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പുറത്തുവിടുന്ന വൈബ്രേഷനുകൾക്ക് സമാനമായ കാര്യങ്ങളെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. നിങ്ങൾ സന്തോഷത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉയർന്ന വൈബ്രേഷനുകളാണ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഇത് ഉയർന്ന ഊർജ്ജമുള്ള കാര്യങ്ങളെയും നല്ല അനുഭവങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നേരെ മറിച്ച് നിങ്ങൾ ഭയത്തെക്കുറിച്ചോ ദേഷ്യത്തെക്കുറിച്ചോ നിരാശയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ താഴ്ന്ന വൈബ്രേഷനുകളാണ് പുറത്തുവിടുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടാത്ത സാഹചര്യങ്ങളെയും ആളുകളെയും ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക എന്നത് അതുകൊണ്ടാണ് വളരെ പ്രധാനമാകുന്നത്. അവയെല്ലാം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ശക്തമായ സന്ദേശങ്ങളാണ്. നിങ്ങൾക്ക് എന്തു വേണമെന്ന് നിങ്ങൾ വ്യക്തമായി ചിന്തിക്കുകയും അത് ഇപ്പോൾ തന്നെ ലഭിച്ചതുപോലെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായ വൈബ്രേഷനുകൾ പുറത്തുവിടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ഇത് കേവലം ആഗ്രഹം മാത്രമല്ല, ആ ആഗ്രഹം ലഭിച്ച അവസ്ഥയിലുള്ള നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും സംതൃപ്തിയും വളരെ പ്രധാനമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയും ഏതുതരം വൈബ്രേഷനാണ് പുറത്തുവിടുന്നതെന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെ എങ്ങനെ ഊർജ്ജത്തെ ആകർഷിക്കുന്നു എന്ന് നമ്മൾ പഠിക്കും. ഇന്നത്തെ ഈ ഉൾക്കാഴ്ച നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.